അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മദദ് റിയാദുസ് സാലിഹീൻ ക്ലാസ് ബാബ് 44. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയവരെയും ഇൽമുള്ള ആൾക്കാരെയും ആദരിക്കണമെന്ന് പഠിപ്പാട്ടിട്ടുണ്ട്. ശ്രേഷ്ഠമുള്ള ആൾക്കാർ അതുപോലെ അങ്ങനെ മറ്റുള്ളവരെക്കാൾ മുന്തിക്കണം, പെരിയങ്ങളെ ബഹുമാനിക്കണം, മറ്റുള്ളവങ്ങളെക്കാൾ അങ്ങനെ ബഹുമാനിക്കണം, ആദരിക്കണം, ആലിമീങ്ങളെ ആദരിക്കണം, ബഹുമാനിക്കണം എന്നുള്ളത്. അതിനെ സംബന്ധിച്ച് ജനമൂന്ന് ഹദീസുകളിൽ മുന്നൽ വിശദീകരിച്ചിട്ട് ഇന്തിപ്പം 352 ഹദീസ്. ഈ ഹദീസിൽ മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു ചൊല്ലത്. ജാബിർ റളിയല്ലാഹു അൻഹു ചൊല്ലേൻ, ഉഹുദ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവർ 70 സ്വഹാബാക്കൾ ഉഹുദ് യുദ്ധത്തിൽ ഷഹീദായ. ആ ഉഹുദ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സ്വഹാബാക്കളെ ജണ്ടാൽമാരെ ഒരേ ഖബറിൽ വെച്ച് ദഫൻ ചെയ്ത് സംഭവമുണ്ട്. അപ്പൊ ആ ദഫൻ ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേൾക്കട് ഇതിൽ ഖുർആൻ കൂടുതൽ പഠിച്ച ആളാണ്. കാരണം ഈ ഖബറിൽ വെക്കുമ്പോൾ ഒരു മയ്യത്ത് 300 ബയ്യത്ത് പിറവത്തല്ല വെക്കലേ. അപ്പൊ കൂടുതൽ ഖുർആൻ പഠിച്ച ആളാണ്. അപ്പൊ ഇന്ന വ്യക്തിയാണ് എങ്കിൽ ആ വ്യക്തിന് 300, പിന്നെ ഒരു വ്യക്തിനെ പിറവത്തിലായിട്ട് മറവ് ചെയ്തത്. ഇങ്ങനെ ആയിട്ട് ഉഹുദ് യുദ്ധത്തിൽ ജണ്ടാലെ ഒരു ഖബറിൽ മറവ് ചെയ്ത സംഭവങ്ങളുണ്ട്. അപ്പൊ ഇത് ഇവിടെ എന്തൊക്കെ കൊണ്ടുവന്നതിന് കേട്ടെങ്കിൽ ഇൽമുള്ള ആൾക്കാരെ മുന്തിക്കണം എന്ന വിഷയത്തിലായിട്ട് കൊണ്ടുവന്നത്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു ചൊല്ല്, ഞാൻ പിന്നെ ഒരു 6 തിങ്കൾ കഴിഞ്ഞാൽ പിന്നെ നന്റെ ബാപ്പയുടെ കബറ് അത് മാന്തിയിട്ട് ബാപ്പയുടെ കബറ് വേറെ പിന്നെ മറവ് ചെയ്തെന്നുള്ളത്. അപ്പൊ ആ സമയത്ത് ശരീരത്തിൽ എന്തും ആയിട്ടില്ല എന്നുള്ളത്. ചെറിയൊരു കാതരഞ്ഞൊരു ശരീരം ഇതായിട്ട് ബാക്കി ഭാഗം ഒന്നും ആയിട്ടില്ല. അപ്പോ സ്വാലിഹീങ്ങളെ കബറ് മണ്ണ് തൊടില്ല. അങ്ങനെ ചില മയ്യത്തുകളെ കൊക്കിയപ്പോ അതുപോലെ കണ്ട സംഭവം എത്രയോ ഉണ്ട്. അപ്പൊ അങ്ങനെ അള്ളാഹു തആല ആ ഉഹുദ് യുദ്ധത്തിൽ ഷഹീദായ ശുഹദാക്കൾ അതിൽപ്പെട്ട ജാബിർ റളിയല്ലാഹുവിന്റെ ബാപ്പയെ സംബന്ധിച്ച് ജാബിർ റളിയല്ലാഹു അൻഹു ചൊല്ലിയിട്ടില്ല, 6 തിങ്കൾ കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എന്തോ അത്ര സമാധാനം കണ്ടില്ല, അതുകൊണ്ട് ഞാൻ വേറെ തന്നെ ദഫൻ ചെയ്തെന്നുള്ളത്. അപ്പൊ ഈ 70 ആൾക്കാർ ദഫൻ ചെയ്യുമ്പോഴത്തേക്കും ഒരു ഖബറിൽ ജണ്ടാലെ പോലെ എന്ന് മറവ് ചെയ്തത്. ഇൻഷാ അല്ലാഹ് നമുക്കത് നോക്കാം. 352. വൻ ജാബിർ റളിയല്ലാഹു അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യജ്മഉ ബൈന റജുലൈനി മിൻ ഖത്ല ഉഹുദ്. ഉഹുദ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ജണ്ടാലുമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുമിച്ച് കൂട്ടിയത്. യാനി ഫിൽ ഖബ്രി, ജണ്ടാൽ ഒരുമിച്ച് കൂട്ടുന്നത് ഖബറിൽ മറവ് ചെയ്യുമ്പോൾ. സുമ്മ യഖൂലു, എന്നിട്ട് അതാണ് നബി തങ്ങൾ കേൾക്കട് പറച്ചോണ്ട്, അയ്യൂമ അക്സർ അഖ്ദൻ ലിൽ ഖുർആൻ, ഇതിൽ നിന്ന് ഖുർആൻ കൂടുതൽ പഠിച്ചാലാറ് എന്നുള്ളത്. ഫൈദാ ഉശീറ ലഹു ഇലാ അഹദീമ ഖദ്ദമു ഫിൽ അഹദ്. അതിൽ ജണ്ടാലിൽ നിന്ന് ഒരു വ്യക്തി ഇന്ന വ്യക്തിയാണ് കൂടുതൽ ഖുർആൻ പഠിച്ചതെന്ന് ചൊന്നെങ്കിൽ ആ വ്യക്തിയിലായിട്ട് ലഹദിൽ മുന്തിക്കുന്നത്. ലഹദ് ചൊന്നെങ്കിൽ ഖബറുടെ രീതി ആയിട്ട് ഞങ്ങളെ പ്രായത്തിൽ ഷക്ക് ചൊല്ല, അതായത് മേലൊരു ഖബറെടുത്ത് നടുക്കു താഴെ ഖബർ എന്നുള്ള രീതിയിൽ എടുക്കുക. ലഹദ് ചൊന്നെങ്കിൽ ഈ മേലെ ഖബർ ഇങ്ങനെ എടുക്കല്ലോ, ഇത് അതേപോലെ എടുത്തിട്ട് പിന്നെ കിബിലയുടെ സൈഡിക്ക് തോണ്ടിട്ട് മയ്യത്ത് എതിർ കിടത്തല്, ഇത് ലഹദ്. അപ്പൊ ആ ലഹദിൽ എതിർല് വെക്കണ മയ്യത്ത് കൂടുതൽ ഖുർആൻ പഠിച്ച സഹാബിലായിട്ട് കിടക്കുക. അപ്പൊ ഞങ്ങളായിട്ട് ഷക്കായിട്ട് ലഹദ് തന്നെ അത് ഈ രീതിയിലാക്കി ഇങ്ങനെ കിബിലത്തെ സൈഡിൽ എതിർക്ക് തോണ്ടത്, എന്നിട്ട് മയ്യത്ത് എതിർ വെച്ചിട്ട് ഈ ഭാഗം ബന്ധാക്കിയിട്ട് മണ്ണിട്ട് എന്നുള്ളതാണ്. രണ്ടും ചെയ്യാം. മണ്ണ് ഉറപ്പിന്നോടെ അത് ചെയ്യാം, ലഹദ് ചെയ്യാം. മണ്ണ് ഉറപ്പില്ലാത്തവിടെ ലഹദാവില്ല. ഞങ്ങളെ റായത്തുള്ള ഷക്കിനെ പോലെ നടുവിൽ എന്താക്കട്ടെ താഴെ കബർ എടുക്കണമെന്ന്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ കൂടുതൽ പഠിച്ചാലവിടെ മുന്തിച്ചിട്ട് എന്നായിട്ട് ഖബറിൽ വെക്കുമ്പോ ഖുർആൻ കൂടുതൽ പഠിച്ച വ്യക്തിയായിട്ട് മുന്നൽ വെച്ചത് എന്നുള്ളത്. അപ്പൊ ഇൽമുള്ള ആൾക്കാരെ ബഹുമാനിക്കണം, ആദരിക്കണം എന്നത് കയറ്റിക്കിട് ഈ ഹദീസോടെ ഇമാം നവവി റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിനത്തെ ക്ലാസ്സിൽ കാതു കൊടുക്കാം. അള്ളാഹു എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ക്ലാസ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. നാളെ ചാനൽ പുതിയ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക. ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.